ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമോർഫിസത്തിനെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രൊബീനിയസ് ഓട്ടോമോർഫിസം എന്നാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. ഫ്രൊബീനിയസ് ഓട്ടോമോർഫിസം എന്താണ്? ഫ്രൊബീനിയസ് ഓട്ടോമോർഫിസം എന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫ്രൊബീനിയസ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് അതൊരു തിയറമാണ്. അപ്പം സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ഫ്രൊബീനിയസ് ഓട്ടോമോർഫിസം, അല്ലെങ്കിൽ തിയറം തന്നിട്ട് ചോദിക്കും പ്രൂവ് ദാറ്റ് വിച്ച് ഈസ് എൻ ഓട്ടോമോർഫിസം, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഈ കുഞ്ഞാപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. എന്താണ് നോക്കാം. ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഫൈനൈറ്റ് ഫീൽഡാണ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത്. പി ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ പി ഇൻറ്റു 1 അല്ലെങ്കിൽ പി ഇൻറ്റു എനി എലമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ് ക്യാരക്ടറിസ്റ്റിക്കിന്റെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ സഫിക്സ് പി, സിഗ്മ പി ഓഫ് ഫ്രം എഫ് ടു എഫ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു എ റൈസ് ടു പി എന്നാണ്. അതായത് സിഗ്മ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫിൽ നിന്നുള്ള ഏതൊരു എലിമെന്റ് എടുത്താൽ എ റൈസ് ടു പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്മ പി എന്ന് പറയും. ഇതെന്താണ്? ഒരു ഓട്ടോമോർഫിസമാണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? ഒരു ഓട്ടോമോർഫിസമാണ്. അതുപോലെ തന്നെ ഈ ഫിക്സഡ് എഫ് ഫിക്സ് ചെയ്യുന്ന, അതായത് എഫ് സഫിക്സ് സിഗ്മ പി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എ ആണ്. എങ്ങനത്തെ എ ആണ്? സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു, അത് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ കിട്ടുകയാണ് എങ്കിൽ അങ്ങനത്തെ ഫിക്സഡ് എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് സഫിക്സ് സിഗ്മ എഫ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഇതാണ്. ഇനി നമുക്ക് ഇത് ഈസ് ഐസോമോർഫിക്, ഇത് ഐസോമോർഫിക് ആണ് സെഡ് പി കീ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൂഫ്, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിഗ്മ പി എന്തായിരിക്കണം? സിഗ്മ പി എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസം ആണ് എന്ന് പറയാം. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? അതായത് ഒരു ഹോമോമോർഫിസം ആണ്, അല്ലേ? അല്ലെങ്കിൽ അതായത് ഐസോമോർഫിസം ആണ്, അല്ലേ? ഐസോമോർഫിസത്തിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഐസോമോർഫിസം എഫിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഇനി ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോമോമോർഫിസവുമാണ്. ഹോമോമോർഫിസവും അതുപോലെ തന്നെ എന്തും കൂടിയാണ് 1 ആൻഡ് ഓൺ 2 ആണ് എങ്കിൽ, ഈ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം അല്ലെങ്കിൽ ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് ഇവിടെ എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ആര്? പി, അല്ലേ? പി എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ആണ്, അത് നമുക്കറിയാം. ഓക്കെ, എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പി. അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു എനി എലമെന്റ് ഈക്വൽ ടു എന്താണ്? 0 എന്നറിയാം. അപ്പം എയും ബിയും രണ്ട് എലമെന്റുകൾ എഫിൽ ഉണ്ട് എങ്കിൽ എ പ്ലസ് ബി ഹോൾ റൈസ് ടു പി എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനോമിയൽ തിയറം പ്രകാരം, അല്ലേ? എ റൈസ് ടു പി പ്ലസ് പി സി 1 എ റൈസ് പി മൈനസ് 1 ബി പ്ലസ് എക്സെട്ര പ്ലസ്, അല്ലേ? പി സി പി മൈനസ് 1 എ ഇൻറ്റു ബി റൈസ് ടു പി മൈനസ് 1 പ്ലസ് ബി റൈസ് ടു പി. ഇത് പിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും ഭാഗത്ത് പിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ പി ഇൻറ്റു എനി എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 0. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പി ഈസ് ക്യാരക്ടറിസ്റ്റിക്. അതുകൊണ്ട് നമുക്ക് എ റൈസ് ടു പി പ്ലസ് ബി റൈസ് ടു പി, നമ്മൾ ഈ തിയറം പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു പി റൈസ് ടു എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ റൈസ് ടു പി റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു പി റൈസ് ടു എൻ എന്നുള്ള നമ്മൾ കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട് തിയറം, അല്ലേ? അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രൂഫിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം, അല്ലേ? അതായത് നമുക്ക് എന്താണ് ആദ്യം ഹോമോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി, അതായത് പ്ലസും ഡോട്ടും എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിഗ്മ പി ഓഫ്
എ പ്ലസ് ബി ഈക്വൽ ടു എന്തായിരിക്കണം സിഗ്മ പി ഓഫ് എ പ്ലസ് സിഗ്മ പി ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കാം. സിഗ്മ പി ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു പി ആണ് ബൈ ദി ഡെഫിനിഷൻ ഓഫ് ദി സിഗ്മ മാപ്പ് അല്ലേ. മാപ്പിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ പ്ലസ് ബി ഹോൾ റേസ് ടു പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്നും എ റേസ് ടു പി പ്ലസ് ബി റേസ് ടു പി ആണ്. കാരണം ബൈ ദി ഫ്രം 1 ഇതിൽ നിന്നും ഈ കൺസെപ്റ്റിൽ നിന്നും അല്ലേ, ഈ കൺസെപ്റ്റിൽ നിന്നുമാണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിഗ്മ പി ഓഫ് എ ആണ് പ്ലസ് മറ്റേത് ബി റേസ് ടു പി എന്ന് പറഞ്ഞാൽ സിഗ്മ പി ഓഫ് ബിയുമാണ്. അപ്പോൾ അത് റെഡി. ഓക്കെ, ഒരു കണ്ടീഷൻ റെഡി. അപ്പം അതുപോലെ തന്നെ സിഗ്മ പി ഓഫ് എ ബി, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി ഹോൾ റേസ് ടു പി ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ പി ഓഫ് എ പ്ലസ് ഇൻറ്റു സിഗ്മ പി ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ് സത്യത്തിൽ വരുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഈ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എന്താണ് ഞാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ രണ്ടിൽ നിന്നും അല്ലേ, ഇത് രണ്ടിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്? സിഗ്മ പി എന്ന് പറയുന്നത് ഈസ് എ ഹോമോമോർഫിസം. ഇതൊരു ഹോമോമോർഫിസം ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 1 ആൻഡ് ഓൺ 2 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 1 ആണെങ്കിൽ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊരു എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ, 1 എന്ന് പറയാം. പക്ഷെ അതിന് ഏറ്റവും നല്ല 2 കൺസെപ്റ്റ്സ് ആണുള്ളത്. ഒന്നെങ്കിൽ കേർണൽ ഈക്വൽ ടു 0 എലമെന്റ് മാത്രം ഉണ്ട് എങ്കിൽ കേർണൽ ഓഫ് ദി സിഗ്മ പി ഈക്വൽ ടു സെറ്റ് 0 മാത്രമാണ് എങ്കിൽ നമ്മൾ ആ മാപ്പിനെ പറയും സിഗ്മ പി എന്താണ് 1 ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കാം എങ്ങനെയാണ് കേർണൽ ഈക്വൽ ടു 0 എന്നുള്ളത് ചെക്ക് ചെയ്യുക എങ്ങനെയാ നോക്കാം. അപ്പം നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളുടെ കയ്യിലുള്ളത് സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഇങ്ങനത്തെ എല്ലാ എലിമെന്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഈ സച്ച് എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേർണൽ എന്ന് പറയുന്നത് അല്ലേ. 0 സെറ്റ് ഓഫ് ഓൾ സീറോസിനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. എ സച്ച് ദാറ്റ് സിഗ്മ പി, അങ്ങനത്തെ കണ്ടീഷനാണ് ഏത് നമ്മൾ എടുക്കുന്ന കേർണൽ എന്ന് പറയുന്നത്. സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു 0 പറഞ്ഞാൽ എ റേസ് ടു പി ഈക്വൽ ടു 0 എന്നാണ്. ദാറ്റ് ഇംപ്ലൈസ് എ റേസ് ടു പി ഈക്വൽ ടു 0 ആവണം എന്നുണ്ടെങ്കിൽ ആര് മാത്രം എ ഈക്വൽ ടു 0 ആവലേ പോസിബിൾ ഉള്ളൂ. പി ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല, കാരണം പി ഈസ് നോട്ട് ഈക്വൽ ടു 0. പി 0 ആയാലും 1 നമുക്ക് കിട്ടുള്ളൂ. എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു 0 ആയാൽ മാത്രമേ സിഗ്മ പി ഈക്വൽ ടു 0 ആവുള്ളൂ. അല്ലെങ്കിൽ സിഗ്മ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ആണ്. ദസ് ഇവിടെ നിന്നും നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? കേർണൽ ഓഫ് സിഗ്മ പി എന്ന് പറയുന്നത് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 എന്ന് പറയുന്ന സെറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കിട്ടി. അതുകൊണ്ട് കേർണൽ ഈക്വൽ ടു 0 മാത്രമാണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സിഗ്മ പി 1 to 1 ആണ്, 1 ആണ് എന്ന് കിട്ടി. ഇനി ഓൺ ടു ആഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊരു എ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എ റേസ് ടു പി എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എ ഉണ്ട് എന്ന് പറയാം. അത് ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ആണ്. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ എഫ് ഈസ് ഫൈനൈറ്റ്. എഫ് ഫൈനൈറ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഫൈനൈറ്റ് ആയതുകൊണ്ട് സിഗ്മ പി എന്താണ്? ഓൺ ടും കൂടിയാണ്. അപ്പം നമുക്ക് കിട്ടി സിഗ്മ പി ഈസ് എ ഹോമോമോർഫിസം. സിഗ്മ പി ഈസ് 1 ആൻഡ് ഓൺ ടു. Therefore that is bijective എന്നാണ് നമ്മൾ അതിനെ പറയുക. 1 ആൻഡ് ഓൺ ടുവിനെ പറയുന്ന പേര് ബൈജക്റ്റീവ്. ഇത് ഇൻജക്റ്റീവ് അല്ലേ, ഇത് സബ്ജക്റ്റീവ്, ബൈജക്റ്റീവ്. അപ്പം അതുകൊണ്ട് സിഗ്മ പി ഈസ് എൻ ഓട്ടോമോർഫിസം. ഇതൊരു ഓട്ടോമോർഫിസം ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത് ഓട്ടോമോർഫിസം ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ആ പണി അവിടെ കഴിഞ്ഞു. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് സഫിക്സ് സിഗ്മ പി എന്ന് പറയുന്ന കുഞ്ഞാപ്പു. അത് എന്ന് പറയുന്നത്
സെഡ് പിക്ക് ഐസോമോർഫിക് ആണ്, അല്ലെങ്കിൽ ഐസോമോർഫിക് ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് എന്നും പ്രൂവ് ചെയ്താൽ മതി. ഐസോമോർഫിക് ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് അപ് ടു ഐസോമോർഫിസം. ഓക്കെ, അപ് ടു ഐസോമോർഫിസം ഈക്വൽ ടു അപ് ടു ഐസോമോർഫിസം അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് അറിയുന്ന കാര്യം ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മളെ അടുത്ത് എഫ് സിഗ്മ സഫിക്സ് സിഗ്മ പി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് എഫ് സഫിക്സ് സിഗ്മ പി? അങ്ങനെ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ആണ്, എഫിലെ എലമെന്റ്സ് ആണ്, സച്ച് ദാറ്റ് സിഗ്മ പി ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി എന്ന് പറയുന്നത് ഈക്വൽ ടു എ കിട്ടുക, എ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനത്തെ എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് സഫിക്സ് സിഗ്മ പി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എലമെന്റുകൾ ഉണ്ടാകുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒരു ഇവിടെ നിന്നും എ റേസ് ടു പി ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എ റേസ് ടു പി മൈനസ് എ ഈക്വൽ ടു 0 ആണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഇതൊക്കെ 0 ആണ്. എ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് 0 ആണ്. ഏതിൻ്റെ 0 ആയിരിക്കും? ഒരു പോളിനോമിയലിൻ്റെ എക്സ് റേസ് ടു പി മൈനസ് എക്സിൻ്റെ 0s ആണ് ഇവരൊക്കെ. അപ്പോൾ ഇതിലുള്ള എലമെന്റുകളൊക്കെ എന്താണ്, സിഗ്മ പി എന്ന് പറയുന്നത് എക്സ് റേസ് ടു പിന്റെ 0s ആണ് എന്ന് കിട്ടും. ഓക്കെ, അത് പോട്ടെ. പക്ഷേ നമ്മൾ സെഡ് പി കൺസിഡർ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് സെഡ് പിന്റെ പ്രത്യേകത? എന്താണ്? പി ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, പിന്റെ പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ സെഡ് പിയിൽ എത്ര എലമെന്റ് ഉണ്ട്? പി എലമെന്റ്സ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, പി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, പി എലമെന്റ്സ് അതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നോക്കണം, സെഡ് പിയിൽ പി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി പിയിലുള്ള ഒരു എലമെന്റ്സ് ഞാൻ എടുത്തു. സി എന്ന് പറയുന്നത് സെഡ് പിയിലെ എലമെന്റാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം സി റേസ് ടു പി ഈസ് കോൺഗ്രുവന്റ് ടു സി മോഡ് പി. ഈ സംഭവം എന്താണ്? ഇതെന്താണ്? ഫെർമാറ്റ് തിയറം. നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ് ഫസ്റ്റ് സമ്മിൽ, ഫെർമാറ്റ് തിയറം. സി റേസ് ടു പി സെഡിലുള്ള ഏതൊരു ഇൻറ്റീജർ എടുത്തിട്ടുണ്ടെങ്കിലും ഇൻറ്റീജർ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എപ്പോഴും അതിൻ്റെ പവർ പി അതിൻ്റെ ഏതെങ്കിലും എനി പ്രൈം നമ്പർ ആണെങ്കിൽ സി റേസ് ടു പി ഈസ് കോൺഗ്രുവന്റ് ടു സി. ഓക്കെ, കോൺഗ്രുവന്റ് ടു സി മോഡ് പിക്ക് ആയിരിക്കും. സെഡ് പിനെ സംബന്ധിച്ച് മോഡുലോ അഡീഷൻ മോഡുലോ പിയും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ പി ആണ്. ദെർഫോർ സെഡ് പിയുടെ കേസിൽ സി റേസ് ടു പി ഈക്വൽ ടു എന്തായിരിക്കും? സി ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട്, പി ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ ഇത് നേരിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാനതൊന്ന് ഇതിൻ്റെ ഫെർമാറ്റ് തിയറത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നേ. അപ്പോൾ സെഡ് പിയിൽ മോഡുലോ അഡീഷൻ മോഡുലോയും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ആയതുകൊണ്ട് സി റേസ് ടു പി ഈക്വൽ ടു എന്താണ്? സി ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടിയാണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സി റേസ് ടു പി മൈനസ് സി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0 ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്നും നമുക്ക് കിട്ടി സി എന്ന് പറയുന്നത് 0 ആണ്. ഏതിൻ്റെ 0 ആണ്? എക്സ് റേസ് ടു പി മൈനസ് എക്സിൻ്റെ 0s ആണ്. ദസ് ഇതിൽ നിന്നും സെഡ് പി ഓൾറെഡി എന്തെന്നായാലും ഏതിലുണ്ടാവും? എഫിൽ കണ്ടെയ്ൻ ചെയ്യും. ഇവിടെ നിന്നും സിയിൽ വേറൊരു പ്രത്യേകതയും കൊണ്ട് പി എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ് റേസ് ടു പി മൈനസ് എക്സിന് എത്ര എലമെൻ്റാണ്? പി എലമെൻറ്റ്സ് പി 0s ആണ് ഉണ്ടാവുക അല്ലേ? ഇതിന് പി 0s ആണ് ഉണ്ടാവുക അല്ലേ? പി എക്സ് റേസ് ടു പി മൈനസ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് പി ആണ്. അതുകൊണ്ട് അതിൻ്റെ 0s എത്ര എണ്ണം ഏറ്റവും കൂടിപ്പോയാൽ ഉണ്ടാവും? പി 0s ആണ് ഉണ്ടാവുക. Therefore നമുക്ക് പറയാൻ പറ്റും സെഡ് പി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എഫ് സഫിക്സ് സിഗ്മ പി എന്നുള്ളതിന് ഈക്വൽ ആണ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ മതി, അത് ഐസോമോർഫിസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇതിൽ നിന്നും നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. ഈ തിയറം
നിങ്ങൾ പ്രൂഫ് പഠിച്ചിട്ടില്ലെങ്കിലും പ്രൂഫ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ തിയറം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ പെട്ടതാണ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ. എന്താണ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം? അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ഇ എന്ന് പറയുന്നത് എഫിൻ്റെ എക്സ്റ്റൻഷനാണ്, ആൾജിബ്രായിക് എക്സ്റ്റൻഷനാണ്. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് തിയറം എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഞാൻ പറയുന്നത്. എഫിൻ്റെ എക്സ്റ്റൻഷനാണ് ഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിഗ്മ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ഉണ്ട്. എഫിൽ നിന്നും വേറൊരു ഫീൽഡിലേക്ക് എഫ് ഡാഷ് എന്ന് പറയുന്ന ഫീൽഡിലേക്കുള്ള ഒരു ഐസോമോർഫിസം ഉണ്ട്. ഇതിൻ്റെ ആൾജിബ്രായിക് ക്ലോഷർ ആണ് ആര്? എഫ് ഡാഷ് ക്ലോഷർ. ഇതിൻ്റെ എഫ് ഡാഷിൻ്റെ ആൾജിബ്രായിക് ക്ലോഷർ ആണ് ആര്? എഫ് ഡാഷ് ക്ലോഷർ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ സിഗ്മന എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. എവിടെ നിന്നും? എഫിൽ നിന്നാണ് സിഗ്മ പോകുന്നത്. എഫിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ഇ. അപ്പൊ ഇയിൽ നിന്നും ഈ ഐസോമോർഫിസം ടോ എവിടെ നിന്നുമാണ് പോവുക? ഇയിൽ നിന്നും എഫ് ഡാഷിന്റെ ക്ലോഷർ ആരാണ്? എഫ് ഡാഷ് ക്ലോഷർ ആണ്. അതിൻ്റെ ഈ എഫ് ഡാഷ് ക്ലോഷറിന്റെ സബ് ഫീൽഡിലേക്ക് ഒരു എന്ത് പോകും? ഒരു ഐസോമോർഫിസം പോകും. അത് ഏതിൻ്റെ എക്സ്റ്റൻഷൻ ആണ്? സിഗ്മയുടെ എക്സ്റ്റൻഷൻ ആണ്. സബ് ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷർ. അതായത് ടോ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. ആ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആയ ഇയിൽ നിന്നും, എഫിൻ്റെ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആയ ഇയിൽ നിന്നും സബ് ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷറിലേക്ക് പോകും. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താ? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ് എന്ന് വെച്ചാൽ ടോ ഓഫ് എ, എഫിൽ നിന്നുള്ള ഏതൊരു എലമെന്റ് എടുത്താലും ടോ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും സിഗ്മ ഓഫ് എക്ക്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടോ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഓഫ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ്. അപ്പം എന്താണ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പറയുന്നത് എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ് ഇ. അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ഉണ്ട്. എവിടെ നിന്നും? എഫിൽ നിന്നും എഫ് ഡാഷിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ട്. എഫ് ഡാഷിന്റെ ആൾജിബ്രായിക് ക്ലോഷർ ആണ് എഫ് ഡാഷ് ക്ലോഷർ. അങ്ങനെയാണെങ്കിൽ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ ചെയ്യാൻ പറയുന്നത് ദർ എക്സിസ്റ്റ് ഐസോമോർഫിസം എക്സ്റ്റെൻഡ് ടു, അല്ലെങ്കിൽ സിഗ്മ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എൻ ഐസോമോർഫിസം ടോ എന്നാണ് പറയുക. ടോ എവിടെ നിന്നും? ഇ എന്ന ആൽജിബ്രായിക് എക്സ്റ്റൻഷൻ, എഫിൻ്റെ ആൽജിബ്രായിക് എക്സ്റ്റൻഷൻ ഇ ആണ്. ഇയിൽ നിന്നും ഒരു സബ് ഫീൽഡിലേക്ക്. ഏതിൻ്റെ സബ് ഫീൽഡ്? കാരണം എഫ് ഡാഷ് എന്താണ്? എഫ് ഡാഷ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡാണ്. അപ്പം എഫ് ഡാഷ് ക്ലോഷർ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സബ് ഫീൽഡ് ഓഫ് ഇത് തന്നെ ആവാം അത്, അല്ലെങ്കിൽ എഫ് ഡാഷ് ക്ലോഷർ തന്നെ ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ സബ് ഫീൽഡ് അത്. പക്ഷേ എഫ് ഡാഷ് ക്ലോഷർ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഫീൽഡ് കേട്ടോ. അപ്പോൾ സബ് ഫീൽഡിലേക്ക് ഉണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ടോ ഓഫ് എക്സ്റ്റൻഷൻ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്. ടോ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഓഫ് എ. എഫിൻ്റെ മുകളിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതൊക്കെ ടോ ഓഫ് എ ഈക്വൽ ടു എന്താണ്? സിഗ്മ എ. ഇതിനെയാണ് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ എന്ന് തിയറം പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൂഫ് കുറച്ച് ലെങ്ത് ഉള്ളതായതുകൊണ്ടാണ് പ്രൂഫ് ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പക്ഷേ നമ്മൾ പ്രൂഫ് പഠിക്കും, ഇപ്പോഴല്ല, ലാസ്റ്റ്. ഓക്കെ, ഇത് അതുവരെ നിങ്ങൾ ക്ഷമിക്കുക, അതുവരെ ഇതൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള തിയറംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൊറോളറി, ഒന്നാമത്തെ കൊറോളറി. അപ്പം ഇ എന്ന് പറയുന്നത് ഒരു ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്. എഫിൻ്റെ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ് ഇ, എഫ് ഡാഷ് ക്ലോഷറിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആണ് ഓവർ ദി ഫീൽഡ് എഫ്.
അങ്ങനെയാണ് എങ്കിൽ കോഞ്ചുഗേഷൻ ഐസോമോർഫിസം നമുക്കറിയാം. സൈ സഫിക്സ് ആൽഫ കോമ ബീറ്റ ഫ്രം എഫ് ഓഫ് ആൽഫ ടു എഫ് ഓഫ് ബീറ്റ അല്ലേ, നമുക്കറിയാം. അപ്പം അത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വേറൊരു ഐസോമോർഫിസത്തിലേക്ക്. ഇയിൽ നിന്നും ഒരു സബ്ഫീൽഡ് ഓഫ് എഫ് എഫ് ക്ലോഷറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ് നമ്മൾ എടുക്കുന്നത് എന്താണ്, ഇവിടെ തന്നിട്ടുണ്ട് എഫ് ഇ എന്ന് പറയുന്നത് ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്, എഫിൻ്റെ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്. അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും കോഞ്ചുഗേറ്റ് ഓവർ എഫ് ആണ്, ഇയിലുള്ള എലമെൻറ്റ്സ് ആണ്, കോഞ്ചുഗേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ്, ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്. അപ്പം നമുക്ക് കിട്ടി എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണേ, എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എഫ് ഓഫ് ബീറ്റ എന്ന് പറയുന്ന രണ്ട് ഫീൽഡുകൾ, ഇത് രണ്ടും ഫീൽഡുകളാണ് അല്ലെ, ഈ കുഞ്ഞാപ്പുകളുണ്ട്. അപ്പം നമുക്കിവിടെ കിട്ടി സൈ സഫിക്സ് ആൽഫ കോമ ബീറ്റ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫയിൽ നിന്നും എഫ് ഓഫ് ബീറ്റയിലേക്കുള്ള, അതായത് എഫിൽ നിന്നും എഫ് ഡാഷ് എന്താണ് ഇവിടെ, എഫ് ഓഫ് ബീറ്റയിലേക്കുള്ള ഐസോമോർഫിസമാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് ആൽഫന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ആരും, ഈ എഫ് ഓഫ് ആൽഫന്റെ എക്സ്റ്റൻഷനാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് ബീറ്റയുടെ എക്സ്റ്റൻഷനുമാണ് ആര്, ഇ. കാരണം എന്തുകൊണ്ട്, ആൽഫ ഇയിലുള്ളതായത് കൊണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൽഫ ബിലോങ്സ് ടു ഇ, ഇയിലുള്ളതായതുകൊണ്ട് ആൽഫന്റെ എല്ലാ മൾട്ടിപ്പിളും ആൽഫന്റെ കോമ്പിനേഷൻ ഒക്കെ ഇവിടെ ഉണ്ടാവും, ഇയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ആൽഫയും ഇയിലുണ്ടാവും, ഇയിലുണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എഫ് ഓഫ് ബീറ്റയുടെ എക്സ്റ്റൻഷൻ ഇ ആണ്. അതുപോലെ തന്നെ ആൾജിബ്രായിക് ക്ലോഷർ ആരെന്നാണ്, എഫ് ക്ലോഷറുമാണ്. അപ്പം നമ്മളുടെ തിയറം കിട്ടി അല്ലേ, സൈ സഫിക്സ് ആൽഫ കോമ ബീറ്റ from f of alpha to f of beta. Here f of e is an algebraic extension of f of alpha and f closure be the algebraic closure of f of beta. Then by isomorphism extension theorem, ആ തിയറം പ്രകാരം നമുക്ക് പറയാൻ പറ്റും there exists an isomorphism tau from the algebraic extension to a subfield of a subfield field of f closure ലൊക്കെ ഉണ്ടായിരിക്കും. ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. tau of a equal to psi suffix alpha comma beta എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത, ഓഫ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു, എവിടെ ഉള്ള ആളാണെങ്കിൽ എഫ് ഓഫ് ആൽഫയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എന്താണ്, ടോ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ടോ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് പ്രൂഫ്, ഒന്നാമത്തെ പ്രൂഫ് കഴിഞ്ഞു. ഇനി അടുത്ത റിസൾട്ട് കൊറോളറി. ഇനി എന്താണ് അടുത്ത കൊറോളറി എന്ന് വെച്ചാൽ, എഫും രണ്ട് ആൾജിബ്രായിക് ക്ലോഷറിൻ്റെ എഫ് ക്ലോഷറും എഫ് ഡാഷ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആൾജിബ്രായിക് ക്ലോഷർ ഉണ്ട്. ആർക്ക്, എഫിന് തന്നെ രണ്ട് ആൾജിബ്രായിക് ക്ലോഷർ ഉണ്ട് എന്ന് എടുക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ക്ലോഷർ ഐസോമോർഫിക് ആണ്. എന്തിന്, എഫ് ഡാഷ് ക്ലോഷറിന് ഐസോമോർഫിക് ആണ്. ലീവിങ് അണ്ടർ ആൻ ഐസോമോർഫിസം leaving f fixed, each element fixed എന്ന് പറയുമ്പോൾ f fixed എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലീവിങ് f fixed. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി അങ്ങനെ ഒരു ഐസോമോർഫിസം ഉണ്ട്. എവിടെ നിന്നും, അതായത് എവിടെ നിന്നാണ് ആ ഐസോമോർഫിസം പോകുന്നത്, എഫ് ക്ലോഷറിൽ നിന്നും എഫ് ഡാഷ് ക്ലോഷറിലൊക്കെ ഒരു ഐസോമോർഫിസം ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് എഫ് ക്ലോഷർ ഐസോമോർഫിക് എഫ് ഡാഷ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് there exists an isomorphism
ഫ്രം എഫ് ക്ലോഷർ ടു എഫ് ഡാഷ് ക്ലോഷർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും, നമ്മളുടെ അടുത്ത് എന്തൊക്കെയാണുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എഫ് ഫിക്സഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൂഫ്. അതിന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് എടുത്തു. എഫിൽ നിന്നും എഫിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പ്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എഫ് ക്ലോഷറും ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ രണ്ടും സെയിം തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ ആൾജിബ്രായിക് ക്ലോഷർ എന്ന് പറയുന്നത് എഫ് ഡാഷ് ക്ലോഷർ ആണ് എന്നും അസ്യൂം ചെയ്തു. രണ്ടും ഒന്നിൻ്റെ തന്നെ ആണ്, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഐ ഓഫ് എ ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ്. അപ്പോൾ എന്താണ്, എഫ് ഫിക്സഡ് ആണ് എന്ന് കിട്ടി അല്ലേ. എഫ് ഈസ് ഫിക്സ്ഡ്, ക്യാപിറ്റൽ എഫ് അല്ലേ, ഫിക്സ്ഡ്. എഫ് എന്താണ്, ഫിക്സഡ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക്, കാരണം എഫിൻ്റെ ആൾജിബ്രായിക് ക്ലോഷറും ആണ്, ആൾജിബ്രായിക് എക്സ്റ്റൻഷനും ആണ് എഫ് ക്ലോഷർ. അതുപോലെ തന്നെ എഫ് ക്ലോഷർ എഫിൻ്റെ ആൾജിബ്രായിക് ക്ലോഷർ എന്നാണ് മറ്റൊരാളാണ് എഫ് ഡാഷ് ക്ലോഷർ. അത് ഓർമ്മയുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, there exists an isomorphism അല്ലേ, there exists an isomorphism ടോ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും ഫ്രം വേർ ടു വേർ എഫ് ക്ലോഷറിൽ നിന്നും. ഓക്കെ, ഇതിൻ്റെ എഫിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ എടുക്കുന്ന എഫ് ക്ലോഷർ ആണ്, ടു എ സബ്ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ. എഫ് ഡാഷ് ക്ലോഷർ, സബ്ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷറിൽ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സാധാരണഗതിയിൽ സബ്ഫീൽഡിനെ വിളിക്കുക ടോ ഓഫ് ടോ ഓഫ് എഫ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ടോ ഓഫ് എഫ് ക്ലോഷർ എന്നാണ്. എഫ് ക്ലോഷറിൽ നിന്നും ഇതിലേക്കുള്ളതിനെ നമ്മൾ ടോ ഓഫ് എഫ് ക്ലോഷർ. ഈ ടോ ഓഫ് എഫ് ക്ലോഷർ എന്തായിരിക്കും, വിച്ച് ഈസ് എ സബ്ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ്. അപ്പം ഈ എക്സ്റ്റൻഷൻ പ്രത്യേകത എന്താ വെച്ചാൽ ടോ ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കും, ഐ ഓഫ് എ ആണ് ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിലുള്ള ഏത് എ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യും. അപ്പം ലീവിങ് എഫ് ഫിക്സഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ, എഫ് ഫിക്സഡ് ആണ് എന്ന് കിട്ടി. പക്ഷേ ടോ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ്, 1 ആൻഡ് ഓൺ 2 ആണ്. അങ്ങനെയാണ് എങ്കിൽ ടോ ഇൻവേഴ്സ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ടോ ഇൻവേഴ്സും തന്നെയാണ്, ഐസോമോർഫിസമാണ്. എവിടെ നിന്നും, ടോ എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിലേക്കുള്ള ഒരു ഐസോമോർഫിസമാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ആര്, എഫ് ഡാഷ് ക്ലോഷർ ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷന്. അതുപോലെ തന്നെ ഇത് ഏതിൻ്റെ ആൾജിബ്രായിക് ക്ലോഷർ ആണ്, ഇതിൻ്റെ ക്ലോഷർ ഇത് തന്നെയാണ് അല്ലേ. എഫ് ക്ലോഷറിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് എഫ് ക്ലോഷർ തന്നെയാണ്, ഇയാൾ തന്നെയാണ് അതിൻ്റെ ക്ലോഷർ. അപ്പം പ്രശ്നമില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം ഇവിടെയും പിന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഒന്നുകൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, there exists an isomorphism അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ഫ്രം എവിടെ നിന്നും, ഇതിൻ്റെ എഫ് ഡാഷ് ക്ലോഷറിൽ നിന്നും എ സബ്ഫീൽഡ് അല്ലേ ഓൺ ടു എ സബ്ഫീൽഡ്, ഒരു സബ്ഫീൽഡിലേക്ക്. ഏതിൻ്റെ സബ്ഫീൽഡിലേക്ക്,
എഫ് ക്ലോഷറിന്റെ സബ്ഫീൽഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഓൾറെഡി ടോ ഇൻവേഴ്സ് എവിടേക്കാണ്, ഓൾറെഡി ഓൺ ടു എഫ് ക്ലോഷറിലേക്കാണ്. നോക്കുക, എഫ് ക്ലോഷറിലേക്കാണ്. അതുകൊണ്ട് ഇതിനെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയൂല. അപ്പം അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോ ഓഫ് എഫ് ക്ലോഷർ എന്ന് പറയുന്നത്, അതായത് ടോ ഓഫ് എഫ് ക്ലോഷർ, അതായത് ഈ കുഞ്ഞാപ്പ്, അതായത് എ സബ്ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് എന്തെന്നെ ആയിരിക്കും, എഫ് ഡാഷ് ക്ലോഷർ തന്നെയായിരിക്കും. അപ്പം ടോ എന്ന് പറയുന്ന ഐസോമോർഫിസം എവിടെ നിന്നും എങ്ങോട്ടാണ്, എഫ് ക്ലോഷറിൽ നിന്നും എഫ് ഡാഷ് ക്ലോഷറിലേക്കാണ്. Therefore F closure is isomorphic to F dash closure എന്ന് കിട്ടി. This is the proof. ഓക്കെ, ഇതാണ് പ്രൂഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ.